അല്ല, എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഈ MLA മാർ അഖിൽമാരാർ മാത്രമല്ല ബാക്കി എല്ലാ MLA മാരും ഈ കാശ് മുടക്കുന്നത് എങ്ങനെ ഈ കാശ് അവർക്ക് തിരിച്ചു കിട്ടും എന്നായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഇവർ ഇത് അഴിമതി നടത്തിയാണോ? അപ്പൊ ഈ സാധാരണ അല്ല, അപ്പൊ നിസ്വാർത്ഥമായിട്ടാണ് ഈ കോടിക്കണക്ക് എല്ലാരും മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഓ, പിന്നെ അഖിൽമാരാർക്ക് ജയിക്കുന്ന അപ്പൊ അത്രയും കോൺഫിഡൻസ് ആണെങ്കിൽ ജയിച്ചു കഴിഞ്ഞ് 1 ലക്ഷം രൂപ എനിക്ക് തരാന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ? അങ്ങനെ ഒരു അല്ല, ഞാൻ പാവങ്ങൾക്ക് കൊടുത്തോളാം, ഞാൻ കൊടുത്തോളാം എന്നാ പിന്നെ. അല്ല, അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അത്രയും കോൺഫിഡൻസ് ആണെങ്കിൽ അല്ല, എനിക്ക് അങ്ങനെ ലക്ഷ്യമില്ല. ഞാനൊരു കാര്യം പറയാം, ഞാൻ ആക്ച്വലി ഏകദേശം ഇനി ഈ നിങ്ങൾ വിചാരിക്കുന്നതോ കച്ചവടമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കി, കേരളത്തിൽ 4 പേരെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, എനിക്ക് ഒരുപ്പെട്ടവർക്ക് തന്നെ തിരിച്ചറിയാൻ ശേഷി അറിയാം. 2, പൈസയ്ക്ക് വേണ്ടി എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, അങ്ങനെ എനിക്ക് അത്യാവശ്യം വരുമാനം എനിക്കുണ്ട്. എത്ര കോടി ആസ്തികളുടെ മനുഷ്യനാണെന്ന് അറിയാമോ? നിന്നോട് ഇപ്പൊ പറഞ്ഞ സുഖലോകം എത്ര കോടി ആസ്തികളുടെ മനുഷ്യനാണെന്ന് അറിയാമോ? ഇവര് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഒരു സാധാ പഞ്ചായത്ത് മെമ്പർ 4 ഏക്കറിൽ 10,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്ന ആളാ. പണം ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയ ഇറങ്ങിയല്ല. 2020 വളരെ പ്രസന്റാ. സൗദിയൊക്കെ രാഷ്ട്രീയപ്പെടാന്ന വിചാരം പുള്ളിക്ക് ഭ്രാന്താണോ? കഴകമല പഞ്ചായത്തിൽ വികസനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കാൻ. അതായത് ഇന്നലെ വരെ കള്ളന്മാരെ കണ്ടിട്ടുള്ള നമ്മുടെ പ്രശ്നമാണ്, ഇന്നലെ വരെ കള്ളന്മാരെ പോലെയാണ് ഞങ്ങൾ ഓരോരുത്തരും.